ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രഷർ കുക്കർ മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വൺ പോട്ട് റെസിപ്പിയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ടും അടിപൊളി ടേസ്റ്റിലും കിട്ടും. ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്സുകളൊന്നും മിസ്സായി പോകാതിരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈ സ്പെഷ്യൽ മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പ്രഷർ കുക്കറിലാണ് നമ്മൾ മട്ടൻ കറി തയ്യാറാക്കുന്നത്. ഇത് 5.5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുക്കർ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടുതൽ ചേർക്കരുത്. കൂടെ തന്നെ 2 ഏലക്ക ചതച്ചതും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് സമയം മാത്രം വേവിക്കുക. ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണം, അല്ലെങ്കിൽ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇതിലേക്ക് ഇനി 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നന്നായിട്ട് ചതച്ചതും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ പച്ചമുളക്ക മാറുന്ന വരെ 1-2 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. തീ കൂട്ടി വെക്കരുത്. ഇനി ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തതും 200 ഗ്രാം അളവിൽ ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടെ തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി മാത്രമുള്ള വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഇടവിട്ട് ഇളക്കി വേവിക്കുക. 200 ഗ്രാം ചെറിയുള്ളി എന്ന് പറയുമ്പം ഏകദേശം ഒരു 35-40 ചെറിയുള്ളി ഉണ്ടാവും. സവോളയ്ക്ക് പകരം 100 ഗ്രാം ചെറിയുള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 2 പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് ഏകദേശം 1 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. മല്ലിയില സ്കിപ്പ് ചെയ്യരുത്. ഈ സമയത്ത് ചേർക്കുമ്പം മട്ടൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, വലിയ ജീരകത്തിൻ്റെ പൊടി ഫെനൽ സീഡ് പൗഡർ 1/2 ടീസ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാലയും ചേർക്കാവുന്നതാണ്. മീറ്റ് മസാല ആണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 2 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഈ മസാലയുടെ പച്ചമുണക്ക മാറുന്നവരെ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ചിട്ട് പ്രഷർ കുക്കർ ആയതുകൊണ്ട് തീ കൂട്ടി വെക്കരുത്. മസാല കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം നമ്മൾ ഉലുവ ചേർത്തതിൻ്റെ കൂടെ ചേർത്താലും മതി. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം സാദാ മുളക് പൊടി പകുതി അളവിലെടുത്താൽ മതി. പരമാവധി കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കാൻ ശ്രമിക്കുക. മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി റോ ഫ്ലേവറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 3 ചെറിയ സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി തുറന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെടുക്കുന്ന മട്ടനിൽ അത്യാവശ്യം നെയ്യും എല്ലൊക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മട്ടനിൽ വെറും ഇറച്ചി മാത്രമാണെങ്കിൽ റെസിപ്പി അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മട്ടൻ എടുക്കുക. അതുപോലെ തന്നെ പരമാവധി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. എന്നാലാണ് മസാലയൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോരുത്. പിന്നീട് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് മട്ടൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. മട്ടൻ്റെ എല്ലാ പീസസിലും മസാല നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ 1-2 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടെങ്കിലേ മട്ടനിലൊക്കെ ശരിക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇതുപോലെ 1-2 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് മട്ടനിലൊക്കെ ശരിക്കും മസാല പിടിച്ചിട്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. മട്ടൻ തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ വേവുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം ഒരു 12 മുതൽ 15 മിനിറ്റ് സമയം വരെ ഇതുപോലെ അടച്ചു വേവിക്കണം. ഇടയ്ക്കൊരു തവണ ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എരിവ് കുറവാണെങ്കിൽ അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യണം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ വരുന്നവരെ വേവിക്കുക. വിസലിൻ്റെ എണ്ണം നിങ്ങളെടുക്കുന്ന മട്ടൻ അതുപോലെ തന്നെ കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റണ്ടാവും. ഇതിപ്പം ടോട്ടൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ താനേ പോകുന്നവരെ അനക്കാതെ വെക്കുക. വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടൻ ശരിക്കും വെന്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അഥവാ വേവ് കുറവാണെങ്കിൽ വെയിറ്റ് ഇട്ടിട്ട് ഒന്നുകൂടി പ്രഷർ കുക്ക് ചെയ്യുക. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടി കറി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് വേവിക്കുക. ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം കൂടി വേവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വേവിക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കടായിലേക്ക് ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം വെച്ച് എല്ലാം ഒന്ന് ബാലൻസ് ആയതിന് ശേഷം സെർവ് ചെയ്യുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. പ്രഷർ കുക്കർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ചിക്കൻ്റെ 2 റെസിപ്പികൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കുക്കർ ചിക്കൻ മന്തിയും അതുപോലെ തന്നെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.